Hello guys, welcome back to yet another പെരുന്നാൾ vlog. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രോ എടുത്തു. അങ്ങനെ പെരുന്നാളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ ഇനാഗ്രേഷൻ വന്നു. ഞാൻ മുതലാളി സംസാരിച്ച് കാട് കയറി പോയപ്പോൾ നമുക്ക് വിചാരിച്ച സമയത്ത് ഒതുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സെക്കൻഡ് വ്ളോഗായിട്ട് എടുത്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെ നിങ്ങൾക്ക് കാണാം. പെരുന്നാളിന് വന്നിട്ട് കുഴിയപ്പം നിന്ന് ആ പ്ലേറ്റ് മൊത്തം കാലിയാക്കിയാ. കണ്ടുകൂടിയപ്പം എന്ത് സ്ക്രിപ്റ്റ്? മൈക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഉറക്കം പറഞ്ഞാൽ കേൾക്കോളേ. അപ്പൊ അമ്മ കൊണ്ടുതന്ന മോനെ കഴിക്കെന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടെ കഴിക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ കഴിക്കുന്നില്ല ചെയ്യാൻ ഞാൻ പറഞ്ഞു. എന്തു പറഞ്ഞു? ഭക്ഷണം കഴിക്കാനായെങ്കിൽ ഇപ്പൊ വേണ്ട, രണ്ടെണ്ണം കഴിച്ചത് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ചോദിച്ചു വെച്ചല്ല. ഓക്കെ, ഇവന് ഇവിടെ കുഴപ്പം തന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പച്ച ഇവിടെ ഗ്രൂമിങ് സെക്ഷനിലാണ്. ഒന്നുമില്ല, അമ്പ് വരുന്നുണ്ട്. അപ്പം അമ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് അവർ റെഡി ആവുകയാണ്. ഇവിടെ അമ്മയും ബാബയും കൂടെ അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ മീൻകറി ആൻഡ് മീൻ വറുത്തത്. ഇതെന്ത് മീനാണ് താങ്കൾ ഉണ്ടാക്കുന്നത്? അരിക്ക വെച്ച് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എവിടെയും കാണും. അയ്യോ, ഇന്നലെ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വരുന്ന പ്രമാണിച്ചു. അത് തന്നെ അല്ല, പെരുന്നാളായിട്ട് ഉണ്ടാക്കിയതാണ്. എന്താണ് പറയൂ, രണ്ടു വാക്ക് സംസാരിക്കൂ. ഞാൻ കുഴിയപ്പം തിന്നാനാ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കുഴിയപ്പം കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പെരുന്നാളിൻ്റെ അവിടെ എന്തായാലും നോക്കാം. ഓക്കെ, കെയിൻ സാറെ മാമൂണ് കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് പറയും. കഴിഞ്ഞു വരുന്നു. അമ്പുപ്പ വരും. പാട്ട് കേൾക്കണ്ടോ നിങ്ങക്ക്? കേൾക്കണ്ടോന്ന് അറിയില്ല. അമ്പ അവിടെ എത്തി. ഇനി അവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വരിക. അത് ഞങ്ങളുടെ വല്യപ്പന്റെ വീടാ. വല്യപ്പന്റെ വീട്ടിൽ നിന്ന് അവിടെ അമ്പെടുത്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരും. Let's wait. അപ്പാപ്പനെ കുട്ടി അങ്ങോട്ടാ. അവളൊരു വികാരമില്ലാണ്ടിരിക്കണേ. ഞാനും ഈ എടുത്ത ആളും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ള പോലെ ഇരിക്കണേ. വണ്ടി പോണോ നോക്കിക്ക. കൊട്ട് കേക്കണ്ട. അതേ വരുന്നുട്ടാ. അവരും കൂടെ ഇപ്പൊ വരും. അവിടുത്തെ വല്യപ്പനാണെന്ന് കഴിഞ്ഞു. അത് നിങ്ങടെ വരും. ഇനി അങ്ങോട്ട് പോണ്ട. അവരിപ്പം ഇനി ഇങ്ങോട്ട് വരും അമ്പായിട്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. കുഴിയപ്പം മതി എന്നൊക്കെ. ഓക്കെ, അവരോട് ഞാൻ ഇഷ്ടമുള്ള പാട്ട് പാടാൻ പറഞ്ഞിട്ടോ. അതെ, മാനസമായനെ പാടാഞ്ഞാ മതി. പാട്ടാന്ന് മനസ്സിലായിട്ടില്ല. ഏതാ പാട്ടെന്ന് മനസ്സിലായ? ഏതാ പാട്ടെന്ന് മനസ്സിലായ? ഏതിലത്തെ? ഓന്നോ, രാരീരം രാരോ എന്നുള്ള പാട്ടാന്നിങ്ങനെ കരയോ? രാരീരാരം കരേണ്ടി വരുന്നുണ്ട്.
ഏത് പാട്ട് പറഞ്ഞു? ഇലുമിനാറ്റ്. ഇലുമിനാറ്റ് പാടാനോ? ഓക്കെ, അപ്പൊ അമ്മ പോവാണ്. തക്കുവിന്റെ തലയിലാണ് ഇപ്പൊ പെരുന്നാള് മൊത്തം. അതിന്റെ ഒരു ടെൻഷനിലാണ് അവൻ. കൊണ്ടു അമ്മായിട്ട് കാണിക്കട്ടെ. അങ്ങനെ അമ്പ അടുത്ത വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ഉച്ചത്തെ അമ്പൊക്കെ വന്ന് പോയി. ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി റിഫ്രഷ്ഡായി. ഇപ്പോൾ ഒരുങ്ങി വീണ്ടും പോവാണ്. ഇപ്പോൾ പെരുന്നാൾ ആരംഭിക്കാൻ പോവാണ്. ആരംഭിക്കല്ല, ഓൾറെഡി തുടങ്ങി. അപ്പം കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരെയും കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഹായ് ഗൈസ്, വെൽക്കം ടു സംസാരിക്കണം. ഭാരത് മാതാ കി ജയ്. ആദ്യം ഇവരൊക്കെ ക്ലൂ കാണിച്ചു തരട്ടെ. ഞാൻ എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ഞങ്ങളുടെ ലിജോ അച്ഛൻ. മൈക്ക് തരില്ല, മൈക്ക് ഞാൻ തന്നെ ഉപയോഗിക്കും. കണ്ട ലുക്കിൽ നിന്നുള്ളൂ പള്ളിയിലച്ഛനാണ്. ഈശും ശേഷം വിചാരിക്കട്ടെ അച്ഛൻ. ക്യാമറ വന്നതുകൊണ്ട് മാത്രം ഡീസെന്റ് ആയിട്ടിരിക്കുന്ന ഒരു പള്ളിയിലച്ഛൻ. ഇവളെ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞങ്ങളുടെ ബ്ലോഗിൽ ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞേര് വരാറുണ്ട്. വാവൂട്ടി. ഇവനേതാ? ഓക്കെ, ഇവിടെ തക്കുടു, പൊന്നുട്ടൻ, ജേട്ടൻ, ജോസച്ചൻ, എല്ലാരും വന്നു വ്ളോഗിന്റെ ഇടയിൽ. ഈശ്വര, കോംപ്ലിക്കേറ്റഡ് ആവുമല്ലോ. ഇവിടെ ഒരുത്തി പാട്ട് കച്ചേരി നടത്തുന്നുണ്ട് അതിന്റെ ഇടയില്. ഇത്രയും ബഹളത്തിന്റെ ഇടയില് ഞാൻ ഇവിടെ വെടിവഴിപാടിനുള്ള സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞത് എത്ര രൂപയുടെ മരുന്ന് പണിയാണോ? എത്ര തള്ളുമ്പോ പയ്യത്തള്ളു. 12,500. 12,000 രൂപയുടെ വെടിക്കെട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മളെല്ലാരും കാത്തിരിക്കുന്ന വെടിക്കെട്ട് എപ്പോഴാ പൊട്ടിക്കണെന്ന് വെച്ചാൽ അമ്പ് വരുമ്പോ. അതെ, അമ്പ് അവിടുന്ന് ഇങ്ങനെ വരും. നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തുമ്പോ നമ്മൾ ഇതൊക്കെ പൊട്ടിച്ച് തീർക്കും. മൂളി, അമ്മട്ട്, മയിലൊക്കെ ഉണ്ട്. മയിലൊക്കെ ഇങ്ങനെ കത്തിക്കാന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എവിടം വരെ എത്തി പെരുന്നാള്? അത് കളഞ്ഞു. പെരുന്നാള് നല്ല പൊളപ്പനായിട്ട് നടക്കുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറം വീഡിയോയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റർബൻസ് വ്ളോഗിന്. കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളാണോ ഇപ്രാവശ്യത്തെ പെരുന്നാളാണോ? എന്താണ് ആദൂർ റോഡ് നമ്മുടെ മരുന്ന് പണി സ്റ്റാർട്ട് ആവണം. അവിടെ എത്തുമ്പോൾ തീർന്നു. ആൾക്കാർ വരുമ്പോ അവിടെ വെച്ച് കണ്ടാൽ മതി, ദൂരത്ത് കണ്ടാൽ മതി. അപ്പൊ ഇതാണ് മരുന്നുമണിയുടെ ആശാൻ. ഇതാണ് ശിഷ്യൻ. ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഇവരുടെ അടുത്ത് കുറച്ച് കയ്യകൾ നിൽക്കുന്നതാണ് ക്യാമറമാൻ നല്ലത്. ഒരു വാർണിംഗ് ഉണ്ട്, ക്യാമറയുടെ മുന്നിൽ തീ, ഫയർ എന്നിവ സാധനങ്ങൾ രണ്ടൊന്നല്ലേ, എന്തായാലും ഒന്നും പുറത്തെടുക്കാൻ പാടില്ല കേട്ടോ. ഒരു ഹാൻഡിൽ ഡിസ്റ്റൻസ്, 1 ഹാൻഡ് ഡിസ്റ്റൻസ് വേണം. ഓക്കെ, എന്താ നിങ്ങൾ എല്ലാവരും ഓടണേ? ഫുഡ് എന്ന് കേട്ട വഴിക്ക് 4 പാട് ഓടിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, രണ്ടും കൽപ്പിച്ചുള്ള പോക്ക. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഓട്ടപ്പാച്ചാണ് നിങ്ങൾ കാണുന്നത്. എന്താ ഇവിടെ പെട്ടെന്ന് സ്നേഹം? കേഞ്ചാറ പാടും. രണ്ടുപേരും പാട്ട് പാടൂ. ഇത് തിന്നാൻ പറ്റുമോ? ഒരു പാട്ട് പാടൂ. പാട്.
സ്വരം ശരിയാക്കണ്ട, പാടിയാ മതി. ഇവരിവിടെ എന്താ ഇവിടെ പ്രശ്നം? നിങ്ങക്ക് തരാം, നിങ്ങക്ക് ബിരിയാണി തരാം. ജോസച്ചൻ ഉണ്ണിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ നമുക്ക് ഫുഡ് അടിക്കാൻ പോവാന്നാണ് തോന്നുന്നു. എന്താണ് മൈക്ക് വേണം, മൈക്ക്. കൊച്ചു കരയുന്ന ആസ്വദിച്ചെടുക്കുന്ന അമ്മ. ബിരിയാണി കണ്ടപ്പോ സ്വന്തം ഭാര്യ പോലും മെയിൻ ചെയ്യാതെ ഫുഡിന് മുന്നിൽ മലന്നടിച്ച് വീണ എന്റെ കെട്ടിയ. അപ്പൊ ഞാൻ ഫുഡ് അടിക്കട്ടെ. എന്താ കുക്കു ഇവിടെ മുട്ട കച്ചവടം പേരിൽ ഞാൻ മുട്ട കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ക്യാമറ, ഇത് ഞാൻ ജോസച്ചനാണ്, അത് മൈക്ക. ജോസച്ചനാണ് വീഡിയോ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കാൻ. ഹലോ, എന്താ ഇവിടുത്തെ എറണാകുളത്തേക്ക് വിശേഷം? അമ്മേര അങ്ങനെയാണ്. നിങ്ങക്ക് വേണ്ട. ബാക്കിയുള്ളവരോട് ഫുഡ് കഴിക്കാം. നമുക്ക് പുറത്ത് എന്താണ് സംഭവിക്കണേ നോക്കാം. ഓക്കെ ജിഷക്കുട്ടി, എന്താണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്സ്? പറയൂ. നിങ്ങളിവിടെ എന്താണ് ഞാനിവിടെ കാണുന്നത്? ജിഷക്കുട്ടിയുടെ OCD ഇവിടെ വർക്കായിരിക്കുകയാണ്. മയിലും നിവർന്നിരിപ്പുണ്ട്. ബാക്കി എല്ലാം ഇങ്ങനെ. അതെ, ഇവിടെ പടക്കക്കാരൻ ഭയങ്കര ബിസിയിലാണ്. ചേട്ടാ കത്തിക്കുന്നൊക്കെ കൊള്ളാം, ഇവിടെ കത്തിക്കാതിരിക്കാം പ്ലീസ്. സന്തോഷം കൊണ്ട്. ഇതൊക്കെ നമുക്ക് അമ്പ് വരുമ്പോ കത്തിച്ച് തീർക്കാനുള്ളതാണ്. അത് അപ്പമാണ് വെടിക്കെട്ടിന് നേരത്തെ കൊടുക്കുന്നത്. വേറെ എടാ അങ്ങോട്ട് കൊണ്ടുപോ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എന്നിട്ട് അതിന്റെ ചോട്ടിലേക്ക് തിരികൊണ്ട് വന്നേക്കാം. ഇത് അമിട്ട് അല്ലേ? ഇത് അമിട്ടാണ്. അതൊന്നും അറിയില്ല. കോംപ്ലക്സ് ആവാതിരുന്നാ മതി. അവറോൺ കോംപ്ലക്സിൽ നമ്മൾ കത്തിക്കാം. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അപ്പൊ അതിന്റെ ഫ്രണ്ടില് കത്തിക്കാം. മോനെ അമ്പ് വരുന്നതിന് മുന്നേ ഇതെല്ലാം കത്തിച്ചു തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ ഇവിടെ വിഷയാവും. ഇല്ലില്ല, അമ്പ് ഇവിടെ അവർക്ക് എല്ലാരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാ. ഈശ്വര, അതെ ഈ അമിട്ടൊക്കെ വേണമെങ്കിൽ മാറ്റിക്കേട്ടോ ഒരു സേഫ്റ്റിക്ക്. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും, അതാ പ്രശ്നം. പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, രണ്ടുപേരോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. അതായത് അമിട്ട്, അതായത് അമ്പ അതാണ് ഏറ്റവും ചപ്പച്ചവർ സാധനം. ആ സാധനം കത്തിച്ചു തീർത്തേ. ദൂരെ എത്തുമ്പോ നമ്മൾക്ക് തുടങ്ങാം അല്ലേ? അല്ല, ഇതൊക്കെ കത്തിക്കാം. തക്കുടിന്റെ നേരത്തിൽ വഹിക്കുന്ന ഇവിടെ തലച്ചക്കറൊക്കെ കത്തിച്ച് തീർത്തോണ്ടിരിക്കുകയാണ്. അല്ലേ? പ്രാചീന കാലത്തുള്ള ഉരച്ചിട്ടാണ് തീ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് കത്തി തീരോ? തക്കുടോന് എന്തോ കാണിക്കണം എന്ന് പറഞ്ഞു. എന്താ തക്കുടോന് കാണിക്കണ്ടേ? ഇതെന്താണ്? എങ്ങനെ കത്തിക്കണ്ടേന്ന് അറിയോ? ഇവിടെ തിരി കൊടുക്കുക, അപ്പൊ ഇതെല്ലാം കത്തും. തൽക്കാലം എടുത്തു വെച്ചോ. എന്താ ഇവിടെ കാണിക്കണേ? നിങ്ങൾ എന്താ ഇവിടെ കാണിക്കണം? എനിക്കറിയാൻ ചോദിക്കാം. കുറച്ച് നീക്കി വെക്കണേ റോട്ടിക്ക്, ഏകദേശം നടു റോഡായിട്ട്. പൊട്ടിയാലും ഇങ്ങോട്ട് തെറിച്ച് വരാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. അതെ, ജിഷ വളരെ സാഹസികമായി അടുത്ത മൂളിക്ക് തിരി കൊടുത്താൻ പോവാണ്. അയ്യോ, തലങ്ങും ബലങ്ങും തീയാണുള്ളത് ദൈവമേ. ഓക്കെ, നമ്മുടെ അമ്പതേ അവിടെ നിന്ന് വന്നു തുടങ്ങി. കണ്ടോ ലൈറ്റ്സ്, ലൈക്ക് അമ്പും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ മരുന്ന് മണി പ്രയോഗം ആരംഭിക്കാൻ പോവാണ്. വീണേ അമ്പെത്തിയിരിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കൂ പ്ലീസ്. പ്ലീസ് എടാ കത്തിച്ചോ, അമ്പ് വന്നു, കത്തിച്ചോട്ടെ ഓരോന്ന്. കമോൺ ലെറ്റ്സ് ഗോ. ഇവിടെ ഒരാള് ആദ്യം വെച്ച പെരുന്നാൾ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കുട്ടി അല്ലേ?
ഇവാഞ്ചോന്റെ ടെക്നിക്സ് നീ കാണാതെ പോരുത്. 2 കല്ല് ചേർത്ത് വെച്ചിട്ടുണ്ട് അവിടെ. റോട്ടില് വണ്ടിയുണ്ട്. ഇന്ന് പെരുന്നാളാണ്. നമ്മൾ അമ്പത് ആ സൈഡിൽ നിന്ന് വരുന്നു. ഇവാഞ്ചോ എന്തോ കത്തിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇവാഞ്ചോന്റെ കത്തിക്കാനാണ് നമ്മൾ കാണേണ്ടത്. ക്യാമറമാൻ ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതാ ഇവാഞ്ചോ അടുത്ത അമ്മട്ടിന് തിരി കൊടുത്താൻ പോവാണ് ഗൈസ്. അമ്മേ ക്യാമറക്ക് തിരി കൊടുത്താൻ പോകണം നിങ്ങള്. അയ്യോ മോളി. പല വെറൈറ്റീസ് ഉണ്ട്. തലകം അമിട്ടായതുകൊണ്ട് ഹാൻഡിലിട്ട് കയറാണ്. ഏത് ഭാഗത്താണ് തീ വരാന്ന് പറയാൻ പറ്റില്ല. ഓ ഇത് അടിപൊളിയിട്ട് അന്ന് കൊറേ നേരം നിന്ന് കത്തിട്ട് ആഗ്രഹമുണ്ട് എനിക്ക്. ആ മയിലാട്ടം വെക്കണ്ടേ? മയിലാട്ടം ഇതാണ് നമ്മൾ പറയുന്ന മയിലാട്ടം. കുറച്ച് സമയം എടുക്കും, നോക്കട്ടെ. അത് അടുത്തതായി നിങ്ങളുടെ മുന്നിൽ അവതരിക്കുന്നു മയിലാട്ടം. കത്തിക്കും. മയിലാട്ടം മാത്രം കത്തിക്കോ? അമിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പൂട്ടാ. മയില് കത്തിക്കാം. മയില് വിരിയില്ലല്ലോ. അങ്ങനെ നമ്മളുടെ പെരുന്നാളും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് കേസ് കോഡ് നൈറ്റിന്റെ പരിപാടികളിലേക്ക് പോവാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര പോലെ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വളരെ കുറച്ച് സംഭവമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഒറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചായിരുന്നു. അപ്പം ഞാൻ സ്പെഷ്യലായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ പള്ളിയിൽ അച്ഛനാന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നായിരുന്നു. ഞങ്ങളുടെ കൂടെ എല്ലാ തോന്നിവാസത്തിനും പുള്ളി ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി പള്ളിയിൽ അച്ഛനാണ്, പക്ഷെ എൻ്റെ ആൻറ്റിയുടെ മോനാണ്. അപ്പോൾ പള്ളിയിൽ അച്ഛൻ ആവണേന് മുന്നേ ഞങ്ങളുടെയൊക്കെ ആങ്ങളെയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം പുള്ളിയുടെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് അത് ഞാനും കണ്ടതിൽ വെച്ചൊരു ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള അച്ഛനാണ്. കാരണം നമ്മളോട് ആ ലോഹം ഊരി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ കൂടെ വൈബ് അടിച്ച് നിന്നിട്ട് ആ ലോഹം ഇടുമ്പോൾ ആ റെസ്പെക്റ്റോട് കൂടെ ബിഹേവ് ചെയ്യുന്ന ഒരാൾ. ഇന്ന് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മള് എന്താ പറയുക, കസിൻസ് ഒക്കെ കൂടുമ്പോ വേറെ ഒരു വൈബാണല്ലോ. അപ്പൊ പുള്ളി അതിന്റെ കൂടെ അങ്ങ് കൂടും. അപ്പൊ ആരും ജഡ്ജ് ചെയ്യരുത്. മേ ബി അങ്ങനെ ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നലെ അമ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ജ്യൂസ് കുടിക്കാൻ പോയി. അതിന്റെ ചെറിയൊരു സ്നിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ജ്യൂസ് കുടിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 2 മണി ഒക്കെ ആയി. ഞങ്ങൾ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് 2 മണിക്ക് വന്നു. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി. അവർ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം 1 മണിക്ക് മുന്നേ സ്റ്റുഡിയോ എത്തുക എന്നുള്ളതാണ്. അതിന് പോണ വഴി നമുക്ക് കോസ്റ്റ്യൂം എടുക്കാനുണ്ട്. ലൈക്ക് കേസ് കോഡ് നൈറ്റിന്റെ കുറച്ച് കോസ്റ്റ്യൂംസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. ഇവന് ഡ്രസ്സ്, ഇവൻ 2ഉം 3ഉം ബാംഗ്ലൂർ പോവാണ് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട്. ഈ പരിപാടിയുടെ ഇടയിൽ അവൻ വർക്ക്ഷോപ്പിന് പോവാ. അപ്പം അങ്ങനെ കുറച്ച് ഇനി ഈ ഒരാഴ്ച മൊത്തത്തിലൊരു യെസ്. അപ്പം ഈ വ്ളോഗ് കേസ് കോഡ് നൈറ്റിന് മുന്നേ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരാഴ്ച ഞാൻ എപ്പോ എഡിറ്റ് ചെയ്യാനായിരുന്നിട്ട്
എനിവേ ഐ ട്രൈ മൈ ബെസ്റ്റ് ഗൈസ്. അപ്പം അങ്ങനെ പെരുന്നാൾ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ.